പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലേഷ്യയിൽ. പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമിന്റെ ഓഫീസിൽ അല്പസമയത്തിനകം മോദിക്ക് ആചാരപരമായ വരവേൽപ്പ് നൽകും. വ്യാപാരം, സുരക്ഷാ മേഖലകളിൽ സഹകരണത്തിനുള്ള കരാറുകളിൽ ഇന്ത്യയും മലേഷ്യയും ഒപ്പുവയ്ക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമെന്ന് ഇന്ത്യൻ സമൂഹം നൽകിയ സ്വീകരണത്തിൽ മോദി. മലേഷ്യയിൽ ഒരു കോൺസുലേറ്റ് കൂടി തുറക്കുമെന്നും പ്രധാനമന്ത്രി. ജമാഅത്തെ ഇസ്ലാമിയെ ചൊല്ലി കോൺഗ്രസ് CPM പോര് തുടരുന്നതിനിടെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഇന്ന് സമസ്ത വേദിയിൽ. പങ്കെടുക്കുന്നത് സമസ്തയുടെ 100ാം വാർഷിക വേദിയിൽ. സമാപന സമ്മേളനം അൽ അസർ സർവകലാശാല റക്ടർ സലാമ ജുമു അലി ദാവൂദ് ഉദ്ഘാടനം ചെയ്യും. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള പ്രമുഖർ പങ്കെടുക്കും. തിരുവല്ലയിലെ സ്പാ കൂട്ടബലാത്സംഗ കേസിൽ പ്രതികൾ സംസ്ഥാനം വിട്ടെന്ന് സൂചന. അതിജീവിതയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം സഹപ്രവർത്തകയിലേക്കും ആൺ സുഹൃത്തിലേക്കും. പോലീസും ഗുണ്ടകളും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടെന്ന സ്പാ ഉടമ ഡോക്ടർ സഞ്ജയുടെ പരാതിയിൽ അന്വേഷണം തുടങ്ങി. മണിയൻപിള്ള രാജു പ്രതിയായ വാഹനാപകട കേസിൽ പോലീസ് നടപടികളിൽ വീഴ്ചയുണ്ടായിട്ടില്ല എന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. രാത്രി തന്നെ പോലീസ് രാജുവിന്റെ വീട്ടിലെത്തി. കാർ കണ്ടെത്താൻ കഴിയാത്തത് സാങ്കേതിക കാരണങ്ങൾ മൂലമെന്നും റിപ്പോർട്ട്. T20 ലോകകപ്പിൽ ഇന്ത്യക്ക് വിജയത്തുടക്കം. ആദ്യ മത്സരത്തിൽ അമേരിക്കയെ തോൽപ്പിച്ചത് 29 റൺസിന്. ഇന്ത്യക്ക് കരുത്തായത് നായകൻ സൂര്യകുമാർ യാദവിന്റെ അർദ്ധ സെഞ്ചുറി. മുഹമ്മദ് സിറാജിന് 3 വിക്കറ്റ്. സന്തോഷ് ട്രോഫിയിൽ ഇന്ന് കലാശ പോരാട്ടം. ഫൈനലിൽ ഏറ്റുമുട്ടുക കേരളവും സർവീസസും. മത്സരം ഉച്ചയ്ക്ക് 1 മണി മുതൽ.